അപ്പോൾ നമ്മൾ ഡിസ്ക്രൈബ് ലാംഗ്വേജ് PHP ലാംഗ്വേജ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്യാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലൂപ്പിംഗ് ആണ്. അത് പ്രോഗ്രാമിൽ വരുന്ന ഇപ്പം നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സൊക്കെ പഠിച്ചു, സ്ട്രിങ് ഓപ്പറേഷൻസ് അങ്ങനെ പലത് പഠിച്ചു. അതെല്ലാം ഈ ലാംഗ്വേജ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്നതാണ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതൽ ചോദിച്ച് കാണുന്ന അരേനെ പറ്റിയാണ്. അത് വരും. അതിനു മുമ്പ് ലൂപ്പ് സാധാരണ പ്രോഗ്രാമിങ്സിലുള്ള പോലെ തന്നെ ലൂപ്പ് ചെയ്യാനായിട്ട് പല മാർഗങ്ങളുണ്ട്. ഒന്നാമത്തേതാണ് വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് നിങ്ങൾക്കറിയാം. വൈലിനകത്ത് കണ്ടീഷൻ കൊടുക്കുക, കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതിനകത്തുള്ള ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്, ഈ കണ്ടീഷൻ ഇവിടെ എഴുതിയേക്കുന്ന ഈ കണ്ടീഷൻ ഫോൾസ് ആകുന്നിടം വരെ ഈ കർലി ബ്രാക്കറ്റിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ എപ്പോഴെങ്കിലും പുറത്ത് വരാൻ വേണ്ടിയിട്ടുള്ളൊരു കണ്ടീഷൻ ഇതിനകത്ത് കൊടുക്കണം. അതാണ് ഈ X++ എന്നുള്ള കണ്ടീഷൻ. ഇതിൻ്റെ സിൻടാക്സ് എല്ലാവർക്കും അറിയാവുന്ന. അപ്പോൾ നമ്മൾ HTML-നകത്ത് HTML ഡോക്യുമെൻ്റ് ആണ്. അതിനകത്ത് PHP കോഡ് ഇടാൻ വേണ്ടിയിട്ട് PHP എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. PHP ടാഗിനകത്താണ് കൊടുക്കുന്നത്. വേരിയബിൾ X=1 എന്ന് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യാൻ ടൈപ്പ് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട. വെറുതെ $വേരിയബിളിൻ്റെ പേര് =വാല്യൂ എന്ന് കൊടുത്താൽ മതി. അതാണ് X എന്ന് കൊടുത്തേക്കുന്നത്. എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. വൈൽ. രണ്ടാമത്തേത് ഡു വൈലിനകത്ത് ഡിഫറൻസ്, വൈലും തമ്മിലുള്ള ഡിഫറൻസ് സാധാരണ ചോദിക്കാറുള്ള ഇൻ്റർവ്യൂവിനൊക്കെ. വൈലിൻ്റെ ഡിഫറൻസ് കഴിഞ്ഞിട്ട് എഴുതും. അത് കഴിഞ്ഞ് കർലി ബ്രാക്കറ്റിനകത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടി, അതായത് ലൂപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതിനകത്ത് എഴുതും. അതിനുശേഷം വൈൽ കണ്ടീഷൻ എഴുതും. അപ്പോൾ വൈലും തമ്മിലുള്ള വ്യത്യാസം, ഇത് വൈൽ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഇതങ്ങനെയല്ല, കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. I++ഉം ++iയും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെയാണ് വൈലും ഇത് തമ്മിലുള്ള വ്യത്യാസം. ഈ വൈലിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ എപ്പോഴും ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരു തവണയെങ്കിലും എക്സിക്യൂട്ട് ചെയ്യും. കാരണം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമല്ലേ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു തവണ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സാധാരണ മെനു ഡ്രിവൻ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ വൈലിലാണ് എഴുതുന്നത്. കാരണം ആദ്യം തന്നെ ഒരു തവണ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അത് കഴിഞ്ഞ് കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. നിങ്ങളൊരു പക്ഷേ എനിക്ക് ഓർമ്മയില്ല, C++ൽ ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ ഒക്കെ പ്രോഗ്രാം ചെയ്തപ്പം അത് ഈ വൈൽ ഉപയോഗിച്ചിട്ടായിരിക്കും അതിൻ്റെ മെനു ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചത്. ഏത് ചോയ്സ് വേണം, പുഷ്, പോപ്പ് എന്നൊക്കെ പറഞ്ഞ് 1 2 3 സെലക്ട് ചെയ്യല്ലേ, അത് വൈലിലാണ് സാധാരണ കൊടുക്കേണ്ടത്. വൈലിൻ്റെ സിൻടാക്സ് ഇങ്ങനെ തന്നെയാണ്. വൈലിനെ ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീണ്ടും അതിനകത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. X<5 ആയിരിക്കണം വരെ. അപ്പോൾ അത് ഇൻഫിനിറ്റ് ആയിട്ട് ഇതിനകത്ത് കിടന്ന് ഇൻഫിനിറ്റ് ലൂപ്പിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കണ്ടീഷൻ ഫോൾസ് ആകാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഫോൾസ് ആകാനുള്ള കണ്ടീഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട്, ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെ ഔട്ട്പുട്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ എക്കോ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ വൈലിൻ്റെ ഇതിനകത്ത് വേണമെങ്കിൽ ഫ്രം വൈൽ എന്ന് കൊടുക്കാം, ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട്. ഫ്രം വൈൽ ഇതൊക്കെ അറിയാമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്പർ ഈസ് കഴിഞ്ഞിട്ട് ഡബിൾ കോഡ്സിനകത്താണ് എക്കോ സ്റ്റേറ്റ്മെൻറ്റിന് ഓരോ ആർഗ്യുമെൻറ്റേ കൊടുക്കുകയുള്ളൂ. ഡബിൾ കോഡ്സിനകത്ത് കൊടുക്കാം. വേരിയബിളിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുമെങ്കിൽ നമ്മൾ സീലിടുന്ന പോലെ %d %f എന്നൊന്നും ഇടേണ്ട കാര്യമില്ല. വേരിയബിളിൽ തന്നെ $ഇട്ടാൻ കൊടുത്താൽ മതി, അത് റീപ്ലേസ് ആയിക്കോളും. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്താൽ ഔട്ട്പുട്ട് ഇങ്ങനെ ഇരിക്കും. ആദ്യത്തെ വൈൽ ലൂപ്പിൽ നിന്ന് പ്രിൻറ്റ് ചെയ്തേക്കുന്നതാണ് 1 2 3 4 5. വൈലിൽ നിന്ന് പ്രിൻറ്റ് ചെയ്തേക്കുന്നതാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ഒരു തവണ എങ്ങനെയായാലും ഒരു തവണ എക്സിക്യൂട്ട് ആകുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇത് ഞാൻ 6 ഇവിടെ കൊടുത്തു നോക്കാം. 6 എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ കണ്ടീഷൻ അനുസരിച്ച് ഫോൾസ് ആണ്. പക്ഷേ ഒരു തവണ എന്തായാലും അത് എക്സിക്യൂട്ട് ആകും. പേജ് റീലോഡ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, 6 വെച്ചിട്ട് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എക്സിക്യൂഷൻ നോക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റ് വന്നത്. രണ്ടാമത്തേത് ഫോർ ലൂപ്പാണ്. ഫോർ ലൂപ്പ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനീഷ്യലൈസേഷൻ, ഇൻക്രിമെൻറ്റ്, കണ്ടീഷൻ. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫോർ ലൂപ്പ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇനീഷ്യലൈസേഷനിൽ പോവും. അത് കഴിഞ്ഞ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ കർലി ബ്രാക്കറ്റിനകത്ത് എഴുതിയേക്കുന്ന എക്സിക്യൂട്ട് ചെയ്യും. കർലി ബ്രാക്കറ്റിനകത്ത് എഴുതിയേക്കുന്ന ഒരു തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വന്ന് ഇൻക്രിമെൻ്റ് അല്ല ഡിക്രിമെൻറ്റ് കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം വീണ്ടും ഇങ്ങോട്ട് പോകും, ഇതിലേക്ക് വരും. പിന്നെ ഇനീഷ്യലൈസേഷൻ ഫസ്റ്റ് തവണ നടക്കുകയുള്ളൂ, പിന്നെ നടക്കില്ല. പിന്നെ ഇത് രണ്ടും മാത്രം കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതും സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓരോന്നിനും ഇടയ്ക്ക് കോഡ്സ് കൊടുക്കുക, സെമിക്കോളൻ കൊടുക്കുക, കൊടുക്കും. ഇനിയുള്ളത്
ഫോർ ഈച്ച് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സിയിലും പഠിച്ചിട്ടുള്ളതായിരിക്കും. ഫോർ ഈച്ച് എന്ന് പറയുന്ന ഒരു അറേ, ഇത് അറേയിൽ ഇറ്ററേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ചുകൂടെ എളുപ്പം, സിൻടാക്സ് എളുപ്പമാക്കിയേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് അറേയിൽ ഇറ്ററേറ്റ് ചെയ്യാൻ പറ്റും, അത് കാണിച്ചു തരാം. വേറെ അതല്ലാതെ ഫോർ ഈച്ച് എന്ന് പറഞ്ഞിട്ട് വേറൊരു മെത്തേഡുണ്ട്. അറേ ഇനീഷ്യലൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അറേയുടെ ഇനീഷ്യലൈസേഷനിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വരാം. അറേയുടെ പേരെന്താണെന്ന് കൊടുക്കുക, അല്ലെ ഇപ്പം തന്നെ പറഞ്ഞേക്കാം. അറേയുടെ പേരെന്താണെന്ന് കൊടുക്കുക, അറേ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുക, ബ്രാക്കറ്റിനകത്ത് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക വാല്യൂ. ഇത് സ്ട്രിങ് ആണ് ഇനീഷ്യലൈസ് ചെയ്യുന്നതെങ്കിൽ ഡബിൾ കോട്ട്സിൽ കൊടുക്കുക. നമ്പർ ആയതുകൊണ്ടാണ് കോട്ട്സ് ഒന്നും ഇല്ലാത്തത്. ഇവിടെ പേരുകളാണ് കൊടുക്കുന്നതെങ്കിൽ ഡബിൾ കോട്ട്സിൽ കൊടുക്കുക. എന്നിട്ട് ഫോർ ഈച്ചിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. ഏത് അറേയിലാണോ ഇറ്ററേറ്റ് ചെയ്യേണ്ടത്, ഏത് അറേയിൽ ഇറ്ററേറ്റ് ചെയ്യണോ അതിൻ്റെ പേര് ആസ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കുക. ഡോളർ എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുക, വേറൊരു വേരിയബിളിൻ്റെ പേര് കൊടുക്കുക. ആസ് ഇങ്ങനെ കൊടുക്കുക, ഇറ്ററേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഇവിടെ ഒരു സിമ്പിൾ എക്സ്ട്രാ കിടപ്പുണ്ട്, അടുത്ത് വേണം. അപ്പോൾ ഫോർ ഈച്ച് അറേയുടെ വാല്യൂ കൊടുക്കുക, ആസ് ഒരു വേരിയബിളിൻ്റെ പേര് കൊടുക്കുക. ഇത് വേറെ ഒരു വേരിയബിളാണ്. ഈ വേരിയബിളിലായിരിക്കും അറേയുടെ ഓരോ എലമെൻറ്റും നമുക്ക് കിട്ടുക. അതായത് ലൂപ്പിൽ ആദ്യത്തെ തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അറേയുടെ ആദ്യത്തെ എലമെൻറ്റ് വാല്യൂ എന്നുള്ള വേരിയബിളിൽ വരും. രണ്ടാമത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 2 എന്നുള്ള വാല്യൂവിൽ വരും. അങ്ങനെയാണ് ഓരോ എലമെൻറ്റ് എ ഓഫ് ഐ, എ ഓഫ് 2 എന്നൊക്കെ, എ ഓഫ് 1, എ ഓഫ് 0, എ ഓഫ് 1, എ ഓഫ് 2 എന്നൊക്കെ 3 എന്നൊക്കെ പറഞ്ഞ് ആക്സസ് ചെയ്യുന്ന പോലെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ചെക്ക് ചെയ്തേക്കുന്നത് ഈ അറേയിലെ ഈവൻ നമ്പേഴ്സ് മാത്രം പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഫോർ ഈച്ച് അറേ ആസ് വാല്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇത് നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഇവിടെ ഐ എന്ന് വേണമെങ്കിലും കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ആക്സസ് ചെയ്യുമ്പോൾ ഐ എന്നുള്ളതിലായിരിക്കും വാല്യൂ എല്ലാം കിട്ടുക. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇഫ് ഇവിടെ ചെക്ക് ചെയ്തേക്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണ് വാല്യൂ പെർസെൻറ്റേജ് 2 = 0 ഈവൻ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് വാല്യൂ എന്ന് പറഞ്ഞാൽ ആദ്യം വാല്യൂവിൽ ഫസ്റ്റ് തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 1 ആയിരിക്കും. 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ റിമൈൻഡർ 0 ആണോ നോക്കും. അല്ല, അതുകൊണ്ട് ഇഫിൽ കയറില്ല. വീണ്ടും അടുത്തതിൽ പോവും, 2 കിട്ടും. വാല്യൂവിൽ 2 എന്നുള്ള വാല്യൂ വരും. 2% 2 = 0 ആണ്. നമ്പർ ഈസ് പറഞ്ഞിട്ട് 2 പ്രിന്റ് ചെയ്യും. വീണ്ടും 3 വരും. 3 വരുമ്പോൾ ഇതിനകത്ത് കയറില്ല. 4 വരുമ്പോൾ ഇതിനകത്ത് കയറും. അപ്പോൾ 2ഉം 4ഉം മാത്രമേ 2ഉം 4ഉം വരുന്ന സമയത്ത് മാത്രമേ ഈ എക്കോ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഷോൺ ബിലോ ഇസ് എ സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് ഫ്രം അറേ യൂസിങ് ഫോർ ഈച്ച് ലൂപ്പ്. ഈ എക്കോ സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ പ്രിന്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ താഴോട്ടുള്ളത് ഈ ഫോർ ലൂപ്പാണ് ഇതിൻ്റെ മുകളിൽ ഇവിടെ പ്രിന്റ് ചെയ്തേക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്കിവിടെ ഫ്രം ഫോർ ലൂപ്പ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫോർ ലൂപ്പിൽ നിന്നുള്ള വാല്യൂ ഇങ്ങനെ പ്രിന്റ് ചെയ്യും. അതിന് താഴെയുള്ള 2ഉം 4ഉം മാത്രമേ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ. എല്ലാം പ്രിന്റ് ചെയ്യണമെങ്കിൽ ഈ കണ്ടീഷൻ എടുത്ത് കളഞ്ഞാൽ മതി. നമുക്ക് എന്ത് ഓപ്പറേഷൻ വേണമെങ്കിലും ചെയ്യാം. ഓരോന്നും പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് ലൂപ്പിങ്ങിൽ വരുന്നത്. 4 ടൈപ്പ് ലൂപ്പ് പറഞ്ഞു. വൈൽ, ഡു വൈൽ, ഫോർ ഈച്ച് എല്ലാം എഴുതിയെടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. റിപ്ലൈ തന്നില്ലെങ്കിൽ ഒന്നുകൂടെ ഓർപ്പിക്കുക. ഞാൻ വിട്ടുപോകുന്നതായിരിക്കും. കാരണം ഒത്തിരി മെസ്സേജ് വരുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ 60 മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ വിട്ടുപോയെന്നിരിക്കും. അതുകൊണ്ട് ഇടയ്ക്ക് വിളിച്ചാലും കുഴപ്പമില്ല, ഇടയ്ക്ക് ഒന്ന് വിളിച്ചോർപ്പിച്ചാലും മതി റിപ്ലൈ കിട്ടുന്നില്ല എങ്കിൽ. അപ്പോൾ സാധാരണ ഡൗട്ട് ചോദിക്കുന്നവരുടെ ഡൗട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അത് കവർ ചെയ്ത് പോകാൻ ശ്രമിക്കാറുണ്ട്. ഇൻ കേസ് വിട്ടുപോയി ഞാൻ അവർക്ക് അപ്പം തന്നെ റിപ്ലൈ അയക്കാറുണ്ട്. അതുകൂടാതെ അടുത്ത വീഡിയോയിൽ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് അത് പറയാറുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് പറയാം. അടുത്തത് ഇതിൽ നിന്ന് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അറേ. എങ്ങനെയാണ് അറേ PHPയിൽ ഡിഫൈൻ ചെയ്യുന്നതെന്ന്. അറേ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പോൾ there are 3 types of array in PHP. ആദ്യത്തേത് ന്യൂമറിക് അറേ. ന്യൂമറിക് അറേ എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള 0 തൊട്ട് ഇൻഡെക്സ് ചെയ്യുന്നത്. അതായത് A of 0യിൽ ഫസ്റ്റ് എലമെൻറ്റ് കാണും, A of 1ൽ രണ്ടാമത്തെ എലമെൻറ്റ് കാണും. അങ്ങനെ പോകുന്ന ഒരു അറേ ഉണ്ടല്ലോ, അതാണ് ന്യൂമറിക് അറേ എന്ന് പറയുന്നത്. ന്യൂമറിക് അറേ ഇറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ 2 ways. 2 രീതിയിൽ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. ഒരു രീതിയിലുള്ള അപ്പോൾ ആദ്യത്തേത് ന്യൂമറിക് അറേയാണ്. രണ്ടാമത്തേത് അസോസിയേറ്റീവ് അറേയാണ്. മൂന്നാമത്തേത് മൾട്ടി ഡയമെൻഷണൽ അറേ. മൾട്ടി ഡയമെൻഷണൽ അറേ നിങ്ങൾക്കറിയാം, ഒരു 2 ഡയമെൻഷണൽ അറേ പോലെയുള്ളതാണ്. അസോസിയേറ്റീവ് അറേയാണ് PHPക്ക് പ്രത്യേകമായിട്ടുള്ളത്. അപ്പോൾ ന്യൂമറിക് അറേ ഇനീഷ്യലൈസ് ചെയ്യാനായിട്ട് 2 മാർഗ്ഗങ്ങളുണ്ട്. നോട്ട് എഴുതിയെടുക്കുക. ഇതാണ് അതിൻ്റെ നോട്ടും കൂടെ ഞാൻ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത്. ഇതിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. HTML ബോഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സ്മോളർ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, പിന്നെയാണ് PHP കോഡ് കൊടുത്തേക്കുന്നത്. PHP കോഡ് നമുക്ക് എവിടെ വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യുന്നത് ഈ ടാഗിനകത്തായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ.
കമൻസ് കൊടുക്കുന്നത്, അത് പറയാൻ മറന്നുപോയി. കമൻസ് സിംഗിൾ ലൈൻ കമൻറ്റിന് 2 സ്ലാഷ് ഇട്ടിട്ട് തുടങ്ങിയാൽ മതി PHPക്കകത്ത്. അതുപോലെ മൾട്ടി ലൈൻ കമൻ്റ് ആണെങ്കിൽ /* ഇടുക, തീരുന്നിടത്തും **. ഇതിപ്പം മൾട്ടിപ്പിൾ ലൈൻസിലേക്ക് പോയാലും എല്ലാം കമൻ്റ് ആയിരിക്കും. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഇങ്ങനെ പോകും. ഇതെല്ലാം കമൻ്റാണ്. ഒരു ലൈൻ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇട്ടാൽ മതി. ഈ സ്റ്റാറൊക്കെ ഇവിടെ തന്നെ വരുന്നതാണ്, അത് നമ്മൾ ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ /* ആദ്യം ഇടുക, ഈ ** ആദ്യം അവസാനം ഇടുക. അപ്പോൾ അതിനിടയ്ക്കുള്ളതെല്ലാം കമൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ പോകും. ഇനി ഇനീഷ്യലൈസ് ചെയ്യാൻ 2 മാർഗ്ഗങ്ങളുണ്ട്. ന്യൂമറിക് അറേ ഇനീഷ്യലൈസ്. ന്യൂമറിക് അറേ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് യൂസസ് നമ്പേഴ്സ് ആസ് ഇൻഡെക്സ്. അതായത് 0th അറേയുടെ പേര് നമ്പർ എന്നാണെങ്കിൽ നമ്പർ ഓഫ് 0-ലായിരിക്കും ആദ്യത്തെ എലമെൻറ്റ്, നമ്പർ ഓഫ് 1-ലായിരിക്കും രണ്ടാമത്തെ എലമെൻറ്റ്, 2-ലായിരിക്കും അടുത്ത എലമെൻറ്റ്, അങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഇനീഷ്യലൈസ് ചെയ്തു. മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഫോർ ഈച്ച് വെച്ചിട്ട് നമ്പേഴ്സ്, അറേയുടെ പേരെന്താണോ അത് കൊടുത്തു, വാല്യൂ നമുക്ക് ഇഷ്ടമുള്ളൊരു വേരിയബിളിൻ്റെ പേര് കൊടുത്തു, എല്ലാ എലമെൻറ്റും പ്രിൻ്റ് ചെയ്തു. ഇതാണ് ആദ്യത്തേത്. ഇനി ഈ മെത്തേഡിൽ തന്നെ ഒരു സ്ട്രിങ്, ഈ ഫസ്റ്റ് മെത്തേഡ് തന്നെയാണ് ഇത്. രണ്ടാമത്തേത് തന്നെ അറേ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചു. ഇവിടെ 1 2 3 നമ്പർ ഉപയോഗിച്ചു, ഇവിടെ സ്ട്രിങ് ഉപയോഗിച്ചു. സ്ട്രിങ് ആയതുകൊണ്ട് ഡബിൾ കോട്ട്സിൽ കൊടുക്കണം, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ ഉള്ളത് കൗണ്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. കൗണ്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അറേയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് കൗണ്ടിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഏത് അറേയുടെ പേര് കൊടുക്കുന്നോ അതിൻ്റെ ലെങ്ത് അത് റിട്ടേൺ ചെയ്യും. അപ്പോൾ അത് ഞാൻ അറേ ലെങ്ത് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അറേ ലെങ്തും ഇപ്പോൾ ഡിക്ലെയർ ചെയ്തേക്കുന്ന ഒരു വേരിയബിളാണ്, അതുകൊണ്ടാണ് $എന്നിട്ട് കൊടുത്തേക്കുന്ന വേരിയബിളിൻ്റെ പേരാണ്. എന്നിട്ട് ഫോർ ലൂപ്പിൽ ഇറ്ററേറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു അറേയിൽ നമുക്ക് ഫോർ ലൂപ്പിൽ ഇറ്ററേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇറ്ററേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗമാണ് ഇത്. ഇതിപ്പോൾ ഫോർ i = 0 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് x കൺഫ്യൂഷൻ ആവുമെങ്കിലാണ് നമുക്ക് x മാറ്റി i ആക്കാം. അതാണല്ലോ സാധാരണ എപ്പോഴും യൂസ് ചെയ്യുന്നത്. i ആക്കാം. ഫോർ i = 0, i 0 തൊട്ട് ഇനീഷ്യലൈസ് ചെയ്തു. i <= അറേ ലെങ്ത്. അറേ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ കേസ് എത്രയാണ്? 1 2 3 ആണ്. 3 ഈ അറേ ലെങ്തിൻ്റെ വാല്യൂ 3 ആണ്. i++. അപ്പോൾ i = 0 ആയതുകൊണ്ട് കാർസ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ വോൾവോ എന്നുള്ള വാല്യൂ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്ത വാല്യൂ അടുത്ത ലൈനിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് ഇൻക്രിമെൻറ്റ് ചെയ്യും, ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ 0 ആയിരുന്നു 1 ആയി. എന്നിട്ട് ഇത് ചെക്ക് ചെയ്യും, 1 <= 3 ആണോ എന്ന് ചെക്ക് ചെയ്യും. ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് ഇതിനകത്ത് വീണ്ടും കയറും. അപ്പോൾ കാർസ് ഓഫ് 1, ഐയുടെ വാല്യൂ 1 ആണ്. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, അറേയുടെ പേരിന് മുമ്പും $ഇടുക. i എന്നുള്ളത് വേരിയബിൾ ആയതുകൊണ്ട് അതിൻ്റെ മുമ്പിലും $ഇടുക. 2 സ്ഥലത്തും $ഇടണം, വിട്ടുപോകരുത്. വേരിയബിളിൻ്റെ പേര് എവിടെ ഉപയോഗിച്ചാലും $സിമ്പിൾ ഇട്ടേ തുടങ്ങാവുള്ളൂ. അപ്പോൾ ഇവിടെ 1 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അപ്പോൾ 1 ഫസ്റ്റ് ഇൻഡെക്സിലുള്ള പൊസിഷൻ, 0th ഇൻഡെക്സിൽ വോൾവോ ആണ്. 1 എന്ന് പറയുന്ന ഇൻഡെക്സിൽ BMW ഉണ്ട്, BMW പ്രിന്റ് ചെയ്യും. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ഐയുടെ വാല്യൂ 0 ആയിരുന്നു, 1 ആയിരുന്നു, ഇപ്പോൾ 2 ആയി. 2 <= 3 ആണ്. ട്രൂ ആയതുകൊണ്ട് വീണ്ടും ഇതിനകത്ത് കയറും. അപ്പോൾ 2 എന്നുള്ള ഇൻഡെക്സിലുള്ള വാല്യൂ, 0th ഇൻഡെക്സിൽ വോൾവോ, 1 ഇൻഡെക്സിൽ BMW, 2 ഇൻഡെക്സിൽ ടയോട്ട, അത് മൂന്നും പ്രിന്റ് ചെയ്യും. ഈ പേജ് കണ്ടു നോക്കാം. 13 ഇതാ ആദ്യത്തെ അറേ 1 2 3 4 5 പ്രിന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വോൾവോ, BMW, ടയോട്ട പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ഫോർ ലൂപ്പിൽ നിന്നാണ് വരുന്നത്. ഇനി 2 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ആദ്യത്തേതാണ് അറേ എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ട്. രണ്ടാമത്തെ മെത്തേഡാണ് ഈ കാണിച്ചേക്കുന്നത്. സെക്കൻഡ് മെത്തേഡ് ഈസ് ടു ക്രിയേറ്റ് ന്യൂമറിക് അറേ. ഇങ്ങനെ കൊടുക്കുക, നമുക്ക് അറേയുടെ പേര് ഏതാണോ വേണ്ടിയത് അത് കൊടുക്കുക. 0th പൊസിഷനിൽ ഏത് എലമെൻറ്റ് വേണമെന്ന് കൊടുക്കുക, 1 പൊസിഷനിൽ ഏത് എലമെൻറ്റ് വേണമെന്ന് കൊടുക്കുക, 2 പൊസിഷനിൽ ഏത് എലമെൻറ്റ് വേണമെന്ന് കൊടുക്കുക, 3-ലേത് വേണമെന്ന് കൊടുക്കുക, 4-ലേത്, അങ്ങനെ എത്ര ഉണ്ടോ അത്രയും കൊടുക്കുക. ഇവിടെ സ്ട്രിങ് വാല്യൂ ആയതുകൊണ്ടാണ് ഡബിൾ കോട്ട്സ് ഇടുന്നത്. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും വാല്യൂ 23 എന്നൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഇൻറ്റിജർ വാല്യൂ ആണെങ്കിൽ കോട്ട്സ് ഇടണ്ട. ഇത് ഞാൻ ഫോർ ഈച്ച് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഇറ്ററേറ്റ് ചെയ്തേക്കുന്നത്. ഫോർ ഈച്ച് വാല്യൂ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ താഴേക്ക് കാണുന്നത്. വാല്യൂ ഈസ് 1 എന്നും പറഞ്ഞ് കാണുന്ന ഇതാണ്, ഈ വാല്യൂസാണ്. അപ്പോൾ 2 രീതിയിലും അറേ 3 ടൈപ്പ് ഉണ്ട്. PHPയിൽ അറേ 3 ടൈപ്പ് ഉണ്ട്. 3 ടൈപ്പിൽ ആദ്യത്തേതാണ് ന്യൂമറിക് അറേ. ഇത് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ളതാണ്. ടൈപ്സ് ഓഫ് അറേ ഇൻ PHP. ആദ്യത്തേത് ന്യൂമറിക് അറേ. ന്യൂമറിക് അറേ 2 രീതിയിൽ ഇനീഷ്യലൈസ് ചെയ്യാം. ആദ്യത്തേത് യൂസിങ് കീവേഡ് അറേ എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾ എഴുതണം തിയറി എക്സാമിന് ചോദിക്കുമ്പോൾ. അതുപോലെ സെക്കൻഡ് മെത്തേഡ് ടു ഇനീഷ്യലൈസ് ഇസ് ആസ് ഫോളോസ് എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതുക. ഇങ്ങനെ എഴുതുക. എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്താലും എങ്ങനെയൊക്കെ അറേ ക്രിയേറ്റ് ചെയ്താലും വർക്കിംഗ് ഒരുപോലെയാണ്. ഫോർ ഈച്ചും ഫോറും ഒക്കെ 2ലും വർക്ക് ചെയ്യും.
ഇനി രണ്ടാമത്തേത് അസോസിയേറ്റീവ് അറേ. 3 ടൈപ്സ് അറേ ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് രണ്ടാമത്തെ ടൈപ്പാണ് അസോസിയേറ്റീവ് അറേ. ഇത് ബാക്കി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊന്നും ഇല്ലാത്തൊരു ടൈപ്പ് അറേയാണ്. ഇതിൽ ഞാൻ മുമ്പേ പറഞ്ഞത് 0th പൊസിഷനിൽ ആദ്യത്തെ എലമെന്റ് വെക്കും, അത് കഴിഞ്ഞ് 1ൽ അടുത്ത എലമെന്റ് വെക്കും, 2ൽ അടുത്ത എലമെന്റ് വെക്കും. അങ്ങനെയല്ല സാധാരണ അറേയിൽ പോകുന്നത്. ഇത് അതങ്ങനെയല്ല. 0 1 2 3ക്ക് പകരം നമുക്ക് ആ ലൊക്കേഷൻ ഒരു പേരിട്ട് കൊടുക്കാം. അതാണ് അസോസിയേറ്റീവ് അറേ എന്ന് പറയുന്നത്. അസോസിയേറ്റീവ് അറേ യൂസ് നെയിംഡ് കീസ് ആസ് ഇൻഡെക്സ്. മറ്റേ കേസിൽ നമ്പറാണ് ഇൻഡെക്സ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. ന്യൂമറിക് അറേ യൂസസ് നമ്പർ ആസ് ഇൻഡെക്സ്. ഇവിടെ അസോസിയേറ്റീവ് അറേ യൂസസ് നെയിംഡ് കീസ് ആസ് ഇൻഡെക്സ്. ഇറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ 2 ways. ഇതും 2 രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ആദ്യത്തേത് മറ്റേ 2 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തെ അറേ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം. ഇവിടെ നമ്മൾ വാല്യൂസ് മാത്രമേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. ബൈ ഡീഫോൾട്ട് ആയിട്ട് നമ്പർ 0ൽ ഇത് സ്റ്റോർ ചെയ്തോളും, 1ൽ ഇത് സ്റ്റോർ ചെയ്തോളും, 2ൽ ഇത് സ്റ്റോർ ചെയ്തോളും. പക്ഷേ അസോസിയേറ്റീവ് അറേ വരുമ്പോൾ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് യൂസർ നെയിംഡ് കീസ് ആണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആ ഏത് ഇൻഡെക്സ് സ്റ്റോർ ചെയ്യണം, അതിൻ്റെ പേരെന്താണ്, അവിടെ സ്റ്റോർ ചെയ്യേണ്ട വാല്യൂ എന്താണ്, രണ്ടും കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഇൻഡെക്സ് ആണ് സാറ എന്ന് പറയുന്ന ഇൻഡെക്സ്. ഇപ്പോൾ ഒരു ഏജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറേ ക്രിയേറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഏജസ് അറേയുടെ പേര് കൊടുക്കുക, അറേ എന്നുള്ള കീവേഡ് ഉപയോഗിക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് കീ വാല്യൂ പെയറായിട്ട് കൊടുക്കുക. അതായത് ആദ്യത്തേതായിരിക്കും ഇൻഡെക്സ്, രണ്ടാമത്തേതായിരിക്കും വാല്യൂ, ഇടയ്ക്ക് ഈ സിമ്പിൾ ഇടുക, ഈക്വൽ ടു ഇട്ടിട്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടുക. ഇതാണ് കീ വാല്യൂ. ഇപ്പോൾ വാല്യൂം സ്ട്രിങ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ഇത് കൊടുക്കാം, അത് കാണിക്കാം. ഇവിടെ നമുക്ക് ഡബിൾ കോട്ട്സിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ രണ്ടാമത്തെ ഇൻഡെക്സ് ക്ലാര എന്ന് പറയുന്ന ഇൻഡെക്സ് ആണ്, അതിന് ഏജ് 3 ആണ്. മൂന്നാമത്തെ ഇൻഡെക്സ് സൂര്യ, ഏജ് 30. അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഓരോ എലമെൻറ്റും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഇൻഡിവിജ്വലായിട്ട്. ഏജ് ഓഫ് സാറ ഈസ്, ഏജസ് എന്ന് പറയുന്ന അറേയുടെ പേര് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കുക, ഇൻഡെക്സിൻ്റെ പേര് കൊടുക്കുക. ഇൻഡെക്സ് ഓരോന്നിനും പേരാണ്. മറ്റേ കേസിൽ നമ്പർ ആയിരുന്നു, ഏജസ് ഓഫ് 0 1 2 എന്നാണ് കൊടുക്കുന്നത്. ഈ കേസിൽ അങ്ങനെയല്ല. അസോസിയേറ്റീവ് അറേയുടെ ഒരു ഡിഫറൻസ് ഇതാണ്. സാറ, ക്ലാര, സൂര്യ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഇത് പേജ് ലോഡ് ചെയ്ത് നോക്കാം നമുക്ക്. ന്യൂമറിക് അറേയുടെ നോട്ട് എഴുതിയെടുക്കുക. അസോസിയേറ്റീവ് അറേ, 3 ടൈപ്സ് ഓഫ് അറേ ഇൻ PHP. രണ്ടാമത്തേതാണ് അസോസിയേറ്റീവ് അറേ. അസോസിയേറ്റീവ് അറേ യൂസ് നെയിംഡ് കീസ് ആസ് ഇൻഡെക്സ്. ഇറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ 2 ways as shown in the program. അപ്പോൾ ഏജ് ഓഫ് സാറ ഈസ് 3, ഏജ് ഓഫ് ക്ലാര ഈസ് 3, ഏജ് ഓഫ് സൂര്യ ഈസ് 30 പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഓരോന്നും കഴിഞ്ഞ് BR സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് അടുത്ത ലൈനിലേക്ക് പോകുന്നത്. എക്കോയ്ക്ക് ഒറ്റ ആർഗ്യുമെൻറ്റേ കൊടുക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ 3 ആർഗ്യുമെൻ്റ് അല്ല, ഇതൊരു സ്ട്രിങ് ആണ്. ഈ സ്ട്രിങ്ങിൻ്റെ കൂടെ ഡോട്ട് സിമ്പിൾ ഇട്ട് ഇത് അപ്പൻഡ് ചെയ്തേക്കുവാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഡോട്ട് സിമ്പിൾ ഇട്ടിട്ട് BR അപ്പൻഡ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു സ്ട്രിങ് ആണ്. ആ ഒരു സ്ട്രിങ് എന്ന് പറയുന്നതാണ് ഈ കാണുന്ന ഒരു സ്ട്രിങ്. അടുത്തത് ഇത് അടുത്ത സ്ട്രിങ് ആയിട്ട് പോകും, ഇത് അടുത്ത സ്ട്രിങ്ങിലേക്ക് പോകും, അത് അടുത്തതായിട്ട് വരും. അപ്പോൾ അസോസിയേറ്റീവ് അറേ 2 രീതി ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ആദ്യത്തേതാണ് അറേ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ട്. രണ്ടാമത്തേത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഓരോ അറേയുടെ പേര്, അതിൻ്റെ ഇൻഡെക്സ് ഏതാണ്, അതിലുള്ള വാല്യൂ ഏതാണ്, ഇങ്ങനെയും കൊടുക്കാം. മറ്റേത് അറേ എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ട് കീ വാല്യൂ പെയറാണ്. ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് കോമ ഇടുക. മുമ്പേ നേരത്തെ അറേഞ്ച് ചെയ്തപ്പോൾ അങ്ങനെയാണ്, കോമ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വോൾവോ കഴിഞ്ഞ് കോമ, BMW കഴിഞ്ഞ് കോമ, 1 2 3 ഓരോന്നും കഴിഞ്ഞ് കോമ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ കോമ ഇടണം. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ്. ഓരോ എലമെൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാലും മതി. പക്ഷേ അസോസിയേറ്റീവ് അറേ എന്താണെന്നും ന്യൂമറിക് അറേ എന്താണെന്നും ഡിഫറൻസ് ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. ഏതെങ്കിലും ഒരു മെത്തേഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന പഠിച്ചാലും മതി. ഇത് മതിയെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പഠിച്ചോ. അപ്പോൾ സാലറീസ് തോമസ് എന്നുള്ള ഇൻഡെക്സ് ആണ് ആദ്യത്തെ ഇൻഡെക്സ്. തോമസ് എന്ന് പറയുന്ന ഇൻഡെക്സിൽ ഇത് നമ്മൾ സിയിൽ സ്ട്രക്ചറൊക്കെ ഇല്ലേ, സിയിൽ സ്ട്രക്ചർ സ്റ്റോർ ചെയ്യുന്ന പോലെയാണ് ഇതിൽ അറേ സ്റ്റോർ ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. സാലറീസിൽ ജോസഫ് എന്ന് പറയുന്ന ഇൻഡെക്സിൽ മീഡിയം സ്റ്റോർ ചെയ്യും. സാലറി രാജു എന്ന് പറയുന്ന ഇൻഡെക്സിൽ ലോ സ്റ്റോർ ചെയ്യും. ഇതും ആക്സസ് ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ്. സാലറീസ് അറേയുടെ പേര് ഡോട്ട് അതിൻ്റെ ഇൻഡെക്സ്. അപ്പോൾ ആ ഇൻഡെക്സിലുള്ള വാല്യൂ കിട്ടും. ഇവിടെ ഞാൻ വാർ ഡംപ് ചെയ്തിട്ടുണ്ട്. വാർ ഡംപ് ഞാൻ പറഞ്ഞു. വാർ ഡംപ് ചെയ്യുന്ന എന്തിനാണ്? അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കാം. ഉണ്ടോ, സാലറി ഓഫ് തോമസ് ഈസ് ഹൈ, സാലറി ഓഫ് ജോസഫ് ഈസ് മീഡിയം, സാലറി ഓഫ് രാജു ഈസ് ലോ. 3 പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ആ 3 പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് വന്നേക്കുന്നത്. ഇനി അതിൻ്റെ താഴെ വാർ ഡംപ് ചെയ്തിട്ടുണ്ട്. വാർ ഡംപ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയും പ്രിന്റ് ചെയ്തേക്കുന്നത്. വാർ ഡംപ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്?
ഇതിനകത്ത് പാസ് ചെയ്തേക്കുന്ന ആർഗ്യുമെന്റ് എന്ത് ടൈപ്പ് ആണെന്നും അതിന്റെ സൈസ് എത്രയാണെന്നും അതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. അപ്പോൾ വാർ ഡംപ് ചെയ്തപ്പോൾ കണ്ടോ, അരയാണ്, 3 എലമെന്റ് ഉണ്ട്. ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഇതാണ്, ഇത്രയാണ്. അതിന്റെ ഇൻഡെക്സ് ആണ് ഈ കൊടുത്തേക്കുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ് ആണ്, 1 2 3 4. രണ്ടാമത്തെ എലമെന്റ് ജോസഫ് എന്ന് പറയുന്ന ഇൻഡെക്സിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. അതിന്റെ വാല്യൂ സ്ട്രിങ് 6 എലമെന്റ് ഉള്ള ഒരു സ്ട്രിങ് ആണ്, 1 2 3 4 5 6. അതുപോലെ അടുത്തത് ഈ സ്റ്റേറ്റ്മെന്റ് ഈ എഴുതിയേക്കുന്ന വാർ ഡംപിന്റെ റിസൾട്ടാണ്. ഇനി അടുത്തത് കൗണ്ട് ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. കൗണ്ട് ഫംഗ്ഷനിലേക്ക് ഒരു അരേ പാസ് ചെയ്താൽ അരേക്ക് എത്ര ലെങ്ത് ഉണ്ടെന്ന് റിട്ടേൺ ചെയ്യും. അപ്പോൾ അതിന് താഴെ കൗണ്ട് ഫംഗ്ഷൻ ഈസ് യൂസ് ടു റിട്ടേൺ ദ ലെങ്ത് സൈസ് ഓഫ് സാലറി അരേ ഈസ് 3 എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. സാലറി അരേ ഈസ് 3 പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്കൊരു എക്കോ കൊടുക്കാം, കാരണം അടുത്ത സ്റ്റേറ്റ്മെന്റ് സെയിം ലൈനിൽ തന്നെ വരുവാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ന്യൂ ലൈൻസ്, സീല് /n പോലത്തെയാണ്. ഇവിടെ കണ്ടില്ലേ, ഇത് കഴിഞ്ഞിട്ട് ഈ സൈൻ ലൈന് പ്രിന്റ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു ബ്രേക്ക് കൊടുക്കും. എറർ വന്നിട്ടുണ്ട്, സെമിക്കോളം വിട്ടുപോയതായിരിക്കും. സെമിക്കോളം വിട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ അത് അടുത്ത ലൈനിലേക്ക് പോയി. സാലറി അരേ ഈസ് 3. അപ്പോൾ കൗണ്ട് വാല്യൂ എക്കോ കൗണ്ട് പ്രിന്റ് ചെയ്തേക്കുവാണ്. ഈ കൗണ്ടിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യേണ്ടതുകൊണ്ടാണ് ഇവിടെ കോട്ട്സ് കൊടുക്കാത്തത്. ഒരു വാല്യൂ അതേപടി പ്രിന്റ് ചെയ്യാനാണ് ഡബിൾ കോട്ട്സിനകത്ത് വേണം കൊടുക്കാൻ. ഇനിയിപ്പം നമ്മൾ സാധാരണ ഇതിപ്പം എല്ലാത്തിലും നമുക്ക് ഇൻഡെക്സ് ഓരോന്നും അറിയാം. ഇൻഡെക്സ് ഓരോന്നും പറഞ്ഞു കൊടുത്താണ് നമ്മൾ ആക്സസ് ചെയ്തത്. ഇനി ഇൻ കേസ് നമുക്ക് ഇൻഡെക്സ് അറിയത്തില്ലെന്ന് വിചാരിക്കുക, വേറൊരാൾ സ്റ്റോർ ചെയ്തേക്കുന്നവർ ആരെയാണ്, അതിന്റെ വാല്യൂ നമുക്ക് റീഡ് ചെയ്യണമെങ്കിൽ ഇൻഡെക്സ് നമുക്ക് അറിയത്തില്ലായിരിക്കും. സാധാരണ ആരെയാണെങ്കിൽ നമുക്ക് ഇൻഡെക്സ് അറിയാം, 0 ആയിരിക്കും അടുത്ത ഇൻഡെക്സ്, 1 ആയിരിക്കും അടുത്ത ഇൻഡെക്സ്, അങ്ങനെ അറിയാം. പക്ഷെ ഈ കേസിൽ യൂസർ കൊടുത്തേക്കുന്ന പേരാണ്. അപ്പോൾ പേരെല്ലാം പറ്റും നമുക്ക് ഓർത്തിരിക്കണം നിർബന്ധമില്ല. അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് അരയിൽ ഇറ്ററേറ്റ് ചെയ്യാൻ വേറൊരു മാർഗമുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. അരയുടെ പേര് കൊടുത്തിട്ടുണ്ട്, അരയെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പീറ്റർ എന്നാണ് ആദ്യത്തെ ഇൻഡെക്സിന്റെ പേര്. അതിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 35 എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. ഡബിൾ കോട്ട്സിലാണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് സ്ട്രിങ് ആണ്. അടുത്ത രണ്ടാമത്തെ ബെൻ ആണ്, 37 എന്ന് പറയുന്ന സ്ട്രിങ് ആണ് അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ. ഇത് സിംഗിൾ കോട്ട്സിൽ കൊടുത്താൽ ഇത് നമ്പറായിട്ട് എടുക്കും, കോട്ട്സിൽ കൊടുക്കാതിരുന്നാൽ ഇത് നമ്പറായിട്ട് എടുക്കും. ഡബിൾ കോട്ട്സിൽ കൊടുത്തേക്കുന്നതുകൊണ്ട് സ്ട്രിങ് ആയിട്ട് എടുക്കും. ഇനി ജോ എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ട്. ജോയുടെ വാല്യൂ 43 കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ശ്രദ്ധിക്കുക, ഫോർ ഈച്ച് എന്ന് പറഞ്ഞിട്ട് ഏജ് ആസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വാല്യൂ ആണ് സാധാരണ കൊടുത്തിരുന്നത്. ഇതിന് മുമ്പ് ഫോർ ഈച്ച് എഴുതിയപ്പോൾ ശ്രദ്ധിച്ചാൽ അതല്ലേ, ഫോർ ഈച്ച് നമ്പർ ആസ് വാല്യൂ എന്നാണ് കൊടുത്തിരുന്നത്. ഇതിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം, ഫോർ ഏജ് ആസ് ഒരു വാല്യൂ പിന്നെ ഈ സിമ്പൽ അടുത്ത വേരിയബിളിന്റെ പേര്. ഇവിടെ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഏജിന്റെ കീ ആയതുകൊണ്ട്, ഏജ് എന്ന് പറയുന്ന അരയുടെ കീ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇൻഡെക്സ് ആയതുകൊണ്ട് ഞാൻ ഏജ് കീ എന്ന് കൊടുത്തേ ഉള്ളൂ. രണ്ടാമത് വരുന്നത് അതിന്റെ വാല്യൂ ആയിരിക്കും. അത് രണ്ടാമത് വരുന്ന വാല്യൂ ആയതുകൊണ്ട് ഏജ് വാല്യൂ എന്ന് കൊടുത്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 വേരിയബിളിന്റെ പേര് കൊടുക്കാം. 2 തമ്മിലുള്ള ഡിഫറൻസ് ഓർത്തിരിക്കുക. ഫോർ ഈച്ച് ഇവിടെ വരുമ്പോൾ നമ്പർ ആസ് വാല്യൂ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. അസോസിയേറ്റീവ് അരയിൽ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഏജ് ആസ് എന്ന് പറഞ്ഞിട്ട് $ഏജ് കീ പിന്നെ ഈ സിമ്പൽ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ കഴിഞ്ഞിട്ട് അടുത്ത വാല്യൂവിൻ്റെ പേര്. അപ്പോൾ കീ ഈക്വൽ ടു ഇവിടെ കിട്ടുന്ന ഏജ് കീ. അപ്പോൾ ആദ്യം വരുമ്പോഴത്തേക്കും പീറ്റർ എന്നുള്ളതായിരിക്കും ആദ്യത്തേത് കിട്ടുന്നത്. വാല്യൂ ഈക്വൽ ടു ഏജ് ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതും കിട്ടും. ഇതും എക്കോ സ്റ്റേറ്റ്മെന്റിന്റെ ആർഗ്യുമെന്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, സിംഗിൾ ആർഗ്യുമെന്റേ പറ്റുള്ളൂ. ഇതിപ്പോൾ എന്താ ചെയ്തെങ്ങനെ, കീ ഈക്വൽ ടു എന്നുള്ള സ്ട്രിങ് ഉണ്ട്, അതിൻ്റെ കൂടെ ഇവിടുന്ന് കിട്ടുന്ന വാല്യൂ അപ്പൻഡ് ചെയ്തു. അതിൻ്റെ കൂടെ വീണ്ടും വാല്യൂ ഈക്വൽ ടു എന്നുള്ള സ്ട്രിങ് ഹാർഡ് കോഡ് ചെയ്ത് അപ്പൻഡ് ചെയ്തു. ഈ കോമ ഇത്രയും സാധനം ഡബിൾ കോഡ്സിനകത്തുണ്ടാക്കുന്നത് കാരണം ഇത് അതേപടി വരണം, അതിന് വേണ്ടിയിട്ടാണ് കോമ അതിനകത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കോമ ഇട്ടേക്കുന്നത്. അല്ല കോമ കഴിഞ്ഞുള്ള അടുത്ത ആർഗ്യുമെന്റ് അല്ല. ഇവിടെ ശ്രദ്ധിച്ചോളുക, ഇത്രയും സാധനങ്ങൾ ഈ ഡബിൾ കോഡ്സിനകത്താണ് വരുന്നത്, കാരണം അത് അതേപടി പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഡോട്ട് ഇട്ടിട്ട് വീണ്ടും അടുത്ത വാല്യൂ പ്രിന്റ് ചെയ്തേക്കുവാണ്. അത് കഴിഞ്ഞ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റും കൊടുത്തേക്കുവാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ഇതുണ്ടല്ലേ, കീ ഈക്വൽ ടു പീറ്റർ കഴിഞ്ഞിട്ട് ഒരു കോമ കഴിഞ്ഞ സ്പേസ് വാല്യൂ ഈക്വൽ ടു 35. അടുത്തത് കീ ഈക്വൽ ടു ബെൻ വാല്യൂ ഈക്വൽ. അപ്പോൾ രണ്ടാമത് ഇറ്ററേറ്റ് ചെയ്യുമ്പോൾ എന്താണ്,
ഇതിൽ ഫോർ ഈച്ച് എന്ന് പറഞ്ഞാൽ ഓരോ എലമെന്റിനെ എടുക്കും. ആദ്യം ഇറ്ററേറ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കിട്ടും, രണ്ടാമത് ഇറ്ററേറ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കിട്ടും, മൂന്നാമത് ഇറ്ററേറ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കിട്ടും. ഇതാണ് അസോസിയേറ്റീവ് അറേയിൽ ലൂപ്പ് ചെയ്യാനുള്ള മാർഗം. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് ഇത്തിരി ഈ അസോസിയേറ്റീവ് അറേ നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടില്ലാത്തതായതുകൊണ്ട് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവും. വീഡിയോ ആണെങ്കിൽ ഒന്നും കൂടെ അസോസിയേറ്റീവ് അറേനും തുടങ്ങുന്നവരും ഒന്നുകൂടെ റീപ്ലൈ ചെയ്ത് നോക്കിക്കോളുക. ഒരു 1, 2, 3 തവണ കേൾക്കുക. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും എന്നോട് ചോദിക്കുക. കാരണം ഇതൊരു പുതിയ കൺസെപ്റ്റാണ്, നിങ്ങൾക്ക് അറിയാൻ മേലാത്തൊരു കൺസെപ്റ്റാണ്. അതുകൊണ്ട് ഒന്ന് ഇത്തിരി എഫേർട്ട് ഇട്ട് അതൊന്ന് കാണുക. അടുത്ത മൾട്ടി ഡയമെൻഷണൽ അറേ. മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, 2 ഡയമെൻഷണൽ അറേ തന്നെ. 2 ഡയമെൻഷണൽ അറേ ആക്സസ് ചെയ്യുന്നതൊക്കെ മറ്റേതുപോലെ തന്നെയാണ്, സാധാരണ സിയിൽ ആക്സസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇനീഷ്യലൈസ് ചെയ്യുന്നതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ എന്താണ് 2 ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ ഒരു അരയ്ക്കകത്ത് വേറൊരു അറേ, അതായത് അല്ലെങ്കിൽ അരയുടെ ഒരു ലൊക്കേഷനിൽ സിംഗിൾ ഡയമെൻഷനിൽ അരയുടെ ഓരോ എലമെൻറ്റും പല അരയായിട്ട് സ്റ്റോർ ചെയ്തേക്കുന്നതാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇതിപ്പം നമ്മളൊരു അറേ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്? എ എന്ന് പറയുന്ന ഒരു അറയാണെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ എലമെൻറ്റ് 1, രണ്ടാമത്തേത് 2, മൂന്നാമത്തേത് 3, പിന്നെ 2, 3, 7, 5, 8, 0 ഇങ്ങനെ വാല്യൂ കൊടുത്തു. ഇപ്പം നമ്മളിതെന്താണ്, ഇത് എ ഓഫ് 0, 0 എന്ന് പറഞ്ഞാൽ ഈ എലമെൻറ്റ് കിട്ടും, 0, 1 എന്ന് പറഞ്ഞാൽ ഈ എലമെൻറ്റ് കിട്ടും, 0, 2 എന്ന് പറഞ്ഞാൽ ഈ എലമെൻറ്റ് കിട്ടും. അതുപോലെ 1, 0, 1, 1, 1, 2, 2, 0, 2, 1, 2, 2 അങ്ങനെയാണ് ഈ എലമെൻറ്റ് ആക്സസ് ചെയ്യുന്നത്, ഇൻഡെക്സുകൾ ആക്സസ് ചെയ്യുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു സിംഗിൾ ഡയമെൻഷണൽ അറേയാണ്, ഇത്ര എലമെൻ്റ് എടുത്താൽ. അതുപോലെ ഇതൊരു സിംഗിൾ ഡയമെൻഷണൽ അറേയാണ്, അതുപോലെ ഇതൊരു സിംഗിൾ ഡയമെൻഷണൽ അറേയാണ്. ഇപ്പം ഇതുപോലെ പല സിംഗിൾ ഡയമെൻഷണൽ അറേ ആയിട്ടായിരിക്കും നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, ആദ്യം ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യും, പിന്നെ അടുത്തൊരു സിംഗിൾ ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യും, അടുത്തൊരു സിംഗിൾ ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഇത് മൂന്നും കൂടെ നമ്മൾ എന്തിലേക്ക് വെക്കും? ഇത് മൂന്നും കൂടെ നമ്മൾ നമ്മുടെ പുതിയ മൾട്ടി ഡയമെൻഷണൽ അറേയിലേക്ക് വെക്കും. അങ്ങനെയാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി പ്രോഗ്രാമിലേക്ക് പോയി നോക്കാം. ഇതെന്താണ് ചെയ്തേക്കുന്നത്? ഇതാണ് ആദ്യത്തെ സിംഗിൾ ഡയമെൻഷണൽ അറേ. സിംഗിൾ ഡയമെൻഷണൽ അറേയുടെ വാല്യൂ ആദ്യത്തെ ഇതിലെ വാല്യൂ വോൾവോ എന്ന് കൊടുത്തു, രണ്ടാമത്തേതിൽ 22 കൊടുത്തു, 18 കൊടുത്തു. ഇത് മനസ്സിലാക്കാൻ ഇങ്ങനെ കൊടുത്താൽ കൺഫ്യൂഷൻ ആവുമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ നമ്പർ വെച്ച് മാത്രം കാണിച്ചു തരാം. മറ്റേ ഡയമെൻഷണൽ അറേ നമ്പർ കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ അപ്പം ഞാൻ എന്തായാലും ഇതൊരു സിംഗിൾ ഡയമെൻഷണൽ അറേയാണ്, ഇതൊരു സിംഗിൾ ഡയമെൻഷണൽ അറേയാണ്, ഇതൊരു സിംഗിൾ ഡയമെൻഷണൽ അറേയാണ്, ഇതൊരു സിംഗിൾ ഡയമെൻഷണൽ അറേയാണ്. മുമ്പത്തെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സിംഗിൾ ഡയമെൻഷണൽ അറേ, ഇതൊരു സിംഗിൾ ഡയമെൻഷണൽ അറേ, ഇതൊരു സിംഗിൾ ഡയമെൻഷണൽ അറേ. അപ്പോൾ മൾട്ടി ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സിംഗിൾ ഡയമെൻഷണൽ ആയിട്ടുള്ള അറേ ക്രിയേറ്റ് ചെയ്യുക, തമ്മിൽ കോമായിട്ട് സെപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും വേറൊരു അറേയാക്കുക. അപ്പോഴത്തേക്ക് എന്തായി? 2 ഡയമെൻഷണൽ അറേയായി. ഇത് ഓരോന്നും സിംഗിൾ ഡയമെൻഷണൽ അറേയാണ്. അത് 3 ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, കോമായിട്ട് സെപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് അറേ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ഇത് വിളിക്കുക. അപ്പോൾ ഓരോ നമുക്ക് എത്ര അറേ വേണോ അത്ര അറേ ക്രിയേറ്റ് ചെയ്യാം. ഈച്ച് എലമെന്റ് ഓഫ് ദ 2 ഡയമെൻഷണൽ അറേ ക്യാൻ ബി ആക്സസ് ബൈ സ്പെസിഫിക്. ഇത് ക്രിയേറ്റ് ചെയ്യുന്നതിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ഇതിൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. എലമെന്റ് അറ്റ് പൊസിഷൻ 0, 0 ഈസ് കവേഴ്സ് ഓഫ് 0, 0 എന്ന് പറഞ്ഞാൽ എത്ര? 21 കിട്ടും. ഇനി എലമെന്റ് 0, 1 എന്ന് പറയുന്ന പൊസിഷനുള്ള കവർ 0, 1 എന്ന് പറഞ്ഞാൽ 22 കിട്ടും. പിന്നെ 0, 2 ഇട്ടാൽ ഈ 18 കിട്ടും. അങ്ങനെ ഓരോ എലമെൻറ്റും നമുക്ക് ആക്സസ് ചെയ്യാം. ഇനി അതല്ലാതെ ഫോർ ലൂപ്പ് വെച്ച് ആക്സസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആക്സസ് ചെയ്യാം. മെട്രിക്സ് ഒക്കെ ആക്സസ് ചെയ്യുന്ന പോലെ
for row is equal to 0, row less than 4 കാരണം 1 2 3 4 റോ ഉണ്ട്, അതുകൊണ്ടാണ് റോ ലെസ് ദാൻ 4 കൊടുത്തേക്കുന്നത്. റോ പ്ലസ് പ്ലസ് കോളം ആണെങ്കിൽ ഓരോ ഇതിലും 3 കോളം ആണുള്ളത്. അപ്പോൾ കോളം ഈക്വൽ ടു 0, കോളം ലെസ് ദാൻ 3, കോളം പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് എക്കോ സ്റ്റേറ്റ്മെന്റ് കൊടുത്തേക്കുവാണ്. കാർസ് ഓഫ് റോ കോളം, റോയിലും കോളം ആദ്യം എന്തായിരിക്കും 0 ആയിരിക്കും. രണ്ടാമത് ഈ ഫോർ ലൂപ്പ് അകത്തെ ഫോർ ലൂപ്പ് ഇറ്ററേറ്റ് ചെയ്യുമ്പോൾ കോളത്തിൻ്റെ വാല്യൂ 1 കൂടും, അപ്പോൾ 0 1 കിട്ടും. വീണ്ടും ഇറ്ററേറ്റ് ചെയ്യുമ്പോൾ റോയും കോളം ഇറ്ററേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 0 2 എന്നുള്ള വാല്യൂ കിട്ടും. 0 2 എന്നുള്ള വാല്യൂ കിട്ടുമ്പോൾ ഈ 18 പ്രിന്റ് ചെയ്യും. അതിനുശേഷം വീണ്ടും വരുമ്പോൾ 3 ലെസ് ദാൻ 3 ഫോൾസ് ആയതുകൊണ്ട് വീണ്ടും ഫോർ ലൂപ്പിൽ വീണ്ടും ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ റോയുടെ വാല്യൂ എന്താക്കും, റോയുടെ വാല്യൂ വീണ്ടും 0 ആയിരുന്നത് 1 ആക്കും. 1 ആക്കിയിട്ട് വീണ്ടും കോളം 0 ആക്കും. അപ്പോൾ 1 0 എന്നുള്ള പൊസിഷൻ, അതായത് 34 കിട്ടും. പിന്നെ വീണ്ടും അകത്തെ ഫോർ ലൂപ്പാണ് പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 1 കിട്ടും, 1 2 കിട്ടും. പിന്നെ അപ്പോൾ ഈ അകത്തെ ഫോർ ലൂപ്പ് രണ്ടാമത് ഇറ്ററേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് ഇറ്ററേറ്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും പുറത്തെ ഫോർ ലൂപ്പിൽ പോകും. വീണ്ടും പുറത്തെ ഫോർ ലൂപ്പിൽ പോകുമ്പോൾ റോയുടെ വാല്യൂ 1 ആയിരുന്നത് 2 ആക്കും. അപ്പോൾ 2 0 2 1 2 2 കിട്ടും. അങ്ങനെ ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യും. ഈ ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ഒന്നും കൂടെ ചോദിക്കുക. നിങ്ങൾക്ക് സിയിലും C++ലും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ ക്ലിയർ ആയിട്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് പെട്ടെന്ന് പറഞ്ഞു വിട്ടെന്നേ ഉള്ളൂ. അറിയത്തില്ലെങ്കിൽ എന്നോട് ചോദിക്കുക, വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാം. മൾട്ടി ഡയമെൻഷണൽ അറേ നമ്പർ ഇവിടെ ഒരു സെമിക്കോളൻ ഇട്ടാൽ ഇട്ടുപോയതായിരുന്നു പ്രശ്നം. അത് ഞാൻ ഇട്ടിട്ടുണ്ട്. പേജ് ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ ഇരിക്കും. ഇതിലിപ്പോൾ എലമെൻ്റ് ഇൻ പൊസിഷൻ 0 0 ഈസ് 21 പ്രിൻറ്റ് ചെയ്തു, 0 1 ഈസ് 22 പ്രിൻറ്റ് ചെയ്തു, 0 2 ഈസ് 18 ഈ 18 പ്രിൻറ്റ് ചെയ്തു. 3 എലമെൻറ്റ് പ്രിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെട്രിക്സ് രൂപത്തിൽ ഇത് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. മെട്രിക്സ് രൂപത്തിൽ പ്രിൻറ്റ് ചെയ്തേക്കുന്നതാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, ആദ്യത്തെ എലമെൻറ്റ് പ്രിൻറ്റ് ചെയ്യും, അത് കഴിഞ്ഞൊരു സ്പേസ് ഇടും. രണ്ടാമത്തെ എലമെൻറ്റ് പ്രിൻറ്റ് ചെയ്യും, സ്പേസ് ഇടും. മൂന്നാമത്തെ എലമെൻറ്റ് പ്രിൻറ്റ് ചെയ്യും, സ്പേസ്. അപ്പോൾ ഈ ഫോർ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ ഒരു തവണ കഴിഞ്ഞു. ഒരു തവണ കഴിഞ്ഞാൽ പുറത്തേക്ക് വരും, BR ഇടും. അപ്പോൾ അടുത്ത എലമെൻറ്റ് അടുത്ത ലൈനിൽ പോയി പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മൾട്ടി ഡയമെൻഷണൽ അറേ. 3 ടൈപ്സ് ഓഫ് അറേ ആണ്. ഞാൻ നേരത്തെ എഴുതിയിരുന്ന അറേയും കൂടെ ഒന്ന് കാണിക്കാം. ഇത് ഇപ്പം ഞാൻ ആദ്യത്തെ എലമെൻറ്റ് സ്ട്രിങ് ആയിട്ട് കൊടുത്തേക്കുന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. രണ്ടാമത്തേത് മൂന്നാമത്തേത് നമ്പറാണ്. ഓരോന്നും സ്ട്രിങ്ങും നമ്പറായിട്ട്. ഇതിപ്പോൾ സ്ട്രിങ് ആണെങ്കിൽ നമ്പറാണെങ്കിൽ വ്യത്യാസമൊന്നുമില്ല. ഇനീഷ്യലൈസ് ചെയ്യുമ്പോഴേ വ്യത്യാസമുള്ളൂ. ആക്സസ് ചെയ്യുമ്പോൾ സെയിം തന്നെയാണ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ സാധനം ചെയ്യുക. ഇതിപ്പോൾ പ്രോഗ്രാം ചുമ്മാ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയുള്ളൂ. ഇതിൻ്റെ ഔട്ട്പുട്ടും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് വാല്യൂസ് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന സാധനം ഒരു അസൈൻമെൻറ്റ്, ഒരു ഇതായിട്ട് അസൈൻമെൻ്റ് ആയിട്ടല്ല ഇത് ചെയ്യുക. ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക. ഈ സാധനം ഒരു ടേബിളിനകത്ത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. ഒരു ടേബിളിനകത്ത് ഈ വാല്യൂ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. ഇത്തിരി സമയം എടുക്കും. ഒന്ന് ആലോചിക്കുക. ആലോചിച്ച് അതിൻ്റെ ലോജിക്ക് കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് ചെയ്യുക. ആരും കോപ്പി അടിക്കേണ്ട, അതിന് മാർക്കൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് എനിക്ക് അയച്ചു തരിക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കുകളാണ് 1-2 പഠിപ്പിച്ചത്. അപ്പോൾ വീഡിയോ ആയതുകൊണ്ട് 1-2 തവണ വീണ്ടും കണ്ടു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. താങ്ക് യു.